റീൽസ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്കൊപ്പം വോയിസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 മിനിറ്റിൽ കാര്യങ്ങൾ പറയണമല്ലോ. ഇനി ഞാനൊരു പാവയ്ക്കാത്തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പം പാവയ്ക്ക ഞാൻ അരിയുന്നത് ചോപ്പറിലാണ് കേട്ടോ. ഈ ചോപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ചോപ്പറിനകത്ത് പാവയ്ക്ക നല്ല കുനുകുന അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് അരിഞ്ഞ് ഞാനത് മാറ്റി വെച്ചു. ആ സെയിം ചോപ്പറിൽ തന്നെ ഒരു സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ പാവയ്ക്ക നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ്. എത്ര സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ തീർന്നത്. വെറുതെ കൈമുറിക്കേണ്ട കാര്യവുമില്ല. പരിപാടി വളരെ പെട്ടെന്ന് തീരുകയും. ഇനി ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ അത് വന്നിട്ടില്ല. ദെൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് മിശ്രിതവും കൂടി ഞാൻ എന്തൊക്കെ ഇട്ട് കൊടുക്കും. അതും ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവിടെ പിള്ളേർ കഴിക്കും. ദെൻ ഒരു 3 മിനിറ്റ് ഞാനത് മൂടി വെച്ച് ചോദിച്ചു കേട്ടോ. നല്ല സൂപ്പർ പാവയ്ക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അടുക്കളയിൽ കുറച്ച് കുറുക്കുഴികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം നമുക്ക് പ്രൊഡക്റ്റീവ്